സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് പല പരീക്ഷണങ്ങൾ രോഗങ്ങളായും മറ്റു പല രീതിയിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളിലുള്ള പല ആളുകളും. അത്തരത്തിലുള്ള പല സൂക്കേടുകൾക്കും മരുന്ന് ചികിത്സിക്കാനുള്ള ഡോക്ടർമാരും ഈ സമൂഹത്തിൽ റെഡിയാണെങ്കിലും ഇന്ന് പലർക്കും മരുന്ന് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു പരീക്ഷണമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാവുക. അവന്റെ പല പ്രയാസങ്ങൾക്കും കാരണമാകുന്ന, മാനസിക തകർച്ചക്കും കാരണമാകുന്ന വസ്വാസ് ഉണ്ടാവുക എന്നുള്ളത്. പലരുടെയും ജീവിതത്തിൽ ആ വസ്വാസ് പലരെയും ഏറെ പ്രയാസപ്പെടുത്താറുണ്ട്. എല്ലാ കാര്യത്തിലും, അത് ഇബാദത്തിന്റെ വിഷയത്തിലാണെങ്കിലും വിശ്വാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും കർമ്മങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എന്തോ ഒരു വസ്വാസ്, ഒരു മനസ്സിന്റെ നേർവായ അതല്ലെങ്കിൽ നേരായ ഒരു ചിന്ത കിട്ടാത്തൊരവസ്ഥ. യഥാർത്ഥത്തിൽ എന്താണ് വസ്വാസ് എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി കൊടുത്ത ഒരു വചനം, പിശാച് ചിന്തകളാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ കയറുകയും എന്നിട്ട് അവൻ ഇടപെടുന്ന പല കാര്യത്തിലും സംശയത്തിലും ഭയത്തിലും ദുർബലതയിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് വസ്വാസ് എന്നതിനെ കൊണ്ട് ഇസ്ലാമിക ലോകത്ത് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ആ വസ്വാസ് ഒരാളുടെ മനസ്സിൽ അനുഭവപ്പെടുക? ഉദാഹരണമായി വിശ്വാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയുള്ള ചില മനസ്സുള്ള ആളുകൾക്ക് തോന്നും, അള്ളാഹു ഉണ്ടോ? അള്ളാഹുവിന്റെ ശരീരം എങ്ങനെയായിരിക്കും? അള്ളാഹുവിന്റെ മുഖം എങ്ങനെയായിരിക്കും? ഏഴാനാകാശത്തുള്ള റബ്ബ് തഹജ്ജുദിന്റെ സമയത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വാഹനത്തിലാണോ അല്ലെങ്കിൽ ഊളിയിട്ടിട്ടാണോ? ഇങ്ങനെയൊക്കെയുള്ള അമിതമായ ഒരു ചിന്ത, ഒരു ആശയക്കുഴപ്പം വിശ്വാസത്തിന്റെ കാര്യത്തിൽ ചിലരുടെ മനസ്സിലുണ്ടാകും. ഇതൊരിക്കലും ഈമാനിന്റെ കുറവല്ല, മറിച്ച് അവന്റെ ഈമാനിനെ തൊട്ട് റബ്ബ് പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണമാണത്. ഒരിക്കലും റബ്ബിനെ പറ്റി നിങ്ങൾ കൂടുതൽ അള്ളാഹുവിന്റെ രൂപത്തെപ്പറ്റി ചിന്തിക്കരുത്, അത് നിങ്ങളെ കുഫ്രിയത്തിലേക്ക് എത്തിക്കും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത പറഞ്ഞതുപോലെ, മൂസ ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാനുള്ള ഒരു ദൈവം വേണം എന്ന് പറയപ്പെടുന്ന ഒരവസരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയേക്കാം. അങ്ങനെ കൊണ്ടുപോകുന്നതിലേക്ക് പിശാച് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ദുഷ്ചിന്തയാണ് വസ്വാസ്. ഇനി മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തിന്റെ വിഷയത്തിലായിരിക്കും. ഒതു എടുക്കുമ്പോ ഒതു ശരിയായോ? ഞാൻ ആ തല തടവിയത് ക്ലിയറായോ? ഞാൻ ആ മൂക്കിൽ വെള്ളം കയറ്റി ചിറ്റിയത് ഓക്കെ ആണോ? ഇനി അഥവാ ആ ഒതു നിർവഹിച്ചു വന്നു നിൽക്കുമ്പോ മറ്റു ചില ആളുകൾക്ക് തോന്നും, ഒതു മുറിഞ്ഞോ? എന്റെ ശരീരത്തിൽ നിന്നും ഞാൻ അറിയാതെ കീവായു പോയോ? മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന് വന്നു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ നേരെ കയ്യേർത്തിയിട്ട് അള്ളാഹു അക്ബർ ഇന്ന് നെഞ്ചത്ത് കൈകെട്ടാൻ നിൽക്കുന്ന സമയത്ത് ആദ്യമൊന്ന് കയ്യേർത്തും, ശരിയായില്ല. വീണ്ടും ഒന്നും കൊടുത്ത് അടുപ്പിച്ചു പിടിക്കും, ശരിയായില്ല. ഇങ്ങനെ കയ്യുകെട്ടുന്ന വിഷയത്തിൽ പോലും ഒരു വല്ലാത്ത വസ്വാസ്. ഉദു എടുത്ത് കയറി വരുമ്പോ
ഏതെങ്കിലും ഒരാളെ ഒന്ന് സ്പർശിച്ചു പോയാൽ, അതാണാവട്ടെ പെണ്ണാവട്ടെ, ഒന്ന് മുറിഞ്ഞോ, ഞാനിപ്പോ പോയി എടുക്കണോ, കയ്യെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ശരിയായില്ലേ, ഇങ്ങനെ വല്ലാത്തൊരാശങ്ക. തയമ്മം ചെയ്യാൻ നേരത്ത് ശുദ്ധമായ മണ്ണ് വേണം, അവിടുന്ന് എടുക്കാന്ന് പറഞ്ഞപ്പോ പറയും അതിലെ നായ പോയിട്ടുണ്ടാകും. ശരി, അവിടുന്ന് എടുക്കാം, അതിലെ പോത്തു പോയിട്ടുണ്ടാകും. ഏത് കാര്യത്തിലും വല്ലാത്തൊരാശങ്ക, ആശയക്കുഴപ്പം, ഇത്തരത്തിലുള്ള വസ്വാസും പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നു. ഇനി മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ കാരുണ്യത്തിൽ ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്, ഇങ്ങനെ പടച്ചോനെ ഭയപ്പെട്ട് ജീവിക്കാത്തവരൊക്കെ എത്ര മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട്. അള്ളാനെ ഭയപ്പെട്ട് ഞാനൊരു കച്ചവടം തുടങ്ങി, 1-ാം മാസം അത് പൂട്ടിപ്പോയി. എന്നാ പടച്ചോനെ ഭയപ്പെടാതെ കാണാൻ പറ്റുന്ന ശരീരത്തിൽ വസ്ത്രം ധരിക്കാത്ത പെണ്ണിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തിച്ചിട്ട് ആ സ്ഥാപനമതാ 1 10 10 100 ഇങ്ങനെയുള്ളൊരു കാര്യത്തിന്റെ ആശങ്ക. പരലോകമുണ്ടോ? കബർ കുണ്ടച്ച വേറൊരു ലോകമുണ്ടോ? അള്ള പറഞ്ഞ മാതിരി ഒരു നരകമുണ്ടോ? അവിടെ പടച്ചോൻ പറഞ്ഞ മാതിരി ഒരു രക്തത്തിന്റെ പുഴയുണ്ടോ? അതല്ലെങ്കിൽ പടച്ചോൻ തീയിലിടുന്നു പറഞ്ഞ മാതിരി അവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇങ്ങനെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാനും അവനെ ഒരു വലിയ കാഫിർ വർഗത്തിലേക്ക് കൊണ്ടുപോകാനും പിശാചുണ്ടാക്കിയെടുക്കുന്നതാണ് വസ്വാസ്. അവനതിന് കഴിയുമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചു. അല്ലദീ യുവസ്ഫിസു ഫീ സുദൂരിൻ നാസ്. മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു തോന്നൽ പിശാചുണ്ടാക്കും. കാട് കടന്ന ചിന്തയിലേക്ക് ശൈത്താൻ അവനെ കൊണ്ടുപോകും. ഇത് ഈ ഒരു ഇബാദത്തിന്റെയോ വിശ്വാസത്തിന്റെയോ വിഷയത്തിൽ മാത്രമല്ല. അനുഭവിക്കുന്ന പരീക്ഷണം, അനുഭവിക്കുന്ന സുക്കേടുകൾ, എന്തിനേറെ ഇക്കഴിഞ്ഞ മാസം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. 8-ാം മാസത്തിൽ ഗർഭം ധരിച്ച പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പെൺകുട്ടി എഴുതി വെക്കുന്നത്, ഞാൻ എന്റെ ഗർഭത്തെ ശിശുവിനെ പറ്റി ആലോചിച്ചു. എന്റെ കുടുംബത്തിൽ, കുടുംബത്തിൽ അംഗവൈകല്യമുള്ളവരുള്ളത് കൊണ്ട് ഒരുപക്ഷെ പാരമ്പര്യമായിട്ട് എന്റെ കുഞ്ഞിന് അംഗവൈകല്യം കിട്ടുമോ എന്നുള്ള പേടി കൊണ്ട് എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെന്തോ അസുഖം ബാധിക്കും എന്ന വസ്വാസിന്റെ ചിന്ത മൂർത്തീകരിച്ച് പിന്നീട് അത് മെന്റൽ ഡിപ്രഷനായി ആത്മഹത്യയിലേക്ക് വരെ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു. ഇത് പല വിഷയത്തിലും നമ്മൾ ഈ പലരും അനുഭവിക്കുന്നുണ്ട്. കാട് കടന്ന ചിന്ത, റബ്ബ് നിശ്ചയിച്ചതിൻ്റെക്കാൾ അപ്പുറത്തേക്ക് ചിന്തിച്ചു കൂട്ടി പലതും വേണ്ടെന്ന് വെക്കുന്നവരുണ്ട്, പലരും ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവരുണ്ട്. അതിനർത്ഥം ഇതൊക്കെ ഈമാനിന്റെ കുറവ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അവന്റെ ജീവിതത്തിൽ ഈമാനിന്റെ അടയാളമാണ് റബ്ബിന്റെ സിഫത്തുകളെ പറ്റി ചിന്തിക്കുക എന്നുള്ളത്. പക്ഷെ ആ ചിന്തിക്കുന്ന വിശ്വാസം പിശാച് ഭയപ്പെടുത്തി അവന്റെ വഴിക്ക് കൊണ്ടുപോകുന്നിടത്തെത്തുമ്പോ അവന്റെ ചിന്തകൾ അവന് നാശമായി തീരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്ന സമയത്തും നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലായി ചിന്തിക്കുമ്പോ മതം നിരാകരിക്കാൻ നിങ്ങളെ ആ ചിന്ത പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണമായി, ഒതു എടുക്കുന്ന വ്യക്തി വന്നു, നമസ്കാരത്തിന് നിന്നു, അവന്റെ കീഴ്വായി വിട്ടൊതു മുറിഞ്ഞു, ഉടനെ റബ്ബിന്റെ കൽപ്പന, ആ മനുഷ്യൻ വീണ്ടും ഒന്നു പോയി എടുക്കണം. ഈ ആർത്തി പിടിച്ച കൂടുതൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ചിന്തിക്കും, എന്തിനാ പിന്നെ ഒന്ന് കൈയ്യേകാൻ പോണ്, പിന്നെന്തിനാ ഞാനൊന്ന് മുഖം കഴുകുന്നത്, കീഴ്വായു പോയ ഭാഗമോ മൂത്രൊഴിച്ച ഭാഗമോ കഴുകിയാ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയിലേക്ക് പിശാചവനെ കൊണ്ടുപോകുകയും പിന്നീട് അവനെ വലിയൊരു മുർത്തദ്ദായി, മതനിഷേധിയായി, നിരീശ്വരവാദിയായി അവനെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാനും സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തി, യഅ്തിയ ശൈത്വാനു അഹദുക്കും, പിശാച് നിങ്ങളെ എടുത്തു വരും. ഏതൊരാളെടുത്ത് ചെല്ലാനും പിശാചിന് പടച്ചോൻ അവകാശം കൊടുത്തിട്ടുണ്ട്. നിസ്കരിക്കുന്നവന്റെ അടുത്ത് ശൈത്താൻ വരൂലെന്നില്ല, നോമ്പ് നോൽക്കുന്നവന്റെ അടുത്ത് ശൈത്താൻ വരൂലെന്നില്ല. തീർച്ചയായും യഅ്തിയ ശൈത്വാനു അഹദുക്കും, എത്ര റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തും നിങ്ങളുടെ അടുത്തേക്ക് ശൈത്താൻ വരും. ഫയഖൂലു, എന്നിട്ടവൻ നിങ്ങളോട് പറയും, മൻ ഖലഖ കദാ, ഇതാരാ സൃഷ്ടിച്ചത്? നീയൊന്ന് ചിന്തിച്ചു നോക്ക്. ആകാശത്തേക്ക് നോക്ക്, പർവ്വതങ്ങൾ നോക്ക്, അതല്ലെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി നോക്ക്.
മൻ ഖലഖ കദ, ഇങ്ങനെ നോക്ക് നോക്ക് എന്ന് പറഞ്ഞതിന് ശേഷം ഹത്താ യഖൂലു, ആ ശൈത്താൻ മനസ്സ് ചിന്തിപ്പിക്കും, മൻ ഖലഖ റബ്ബുക, നിന്റെ റബ്ബിനെ അപ്പൊ സൃഷ്ടിച്ചതായിരിക്കും. ഈ ആളുകൾ പറയുന്നത് പോലെ, മതവിശ്വാസികളൊക്കെ പറയുന്നത് പോലെ, ഈ പ്രപഞ്ചത്തിനൊരു ദൈവമുണ്ടോ? അള്ള സൃഷ്ടിച്ചതാണോ ഇതൊക്കെ? ആ അള്ളാഹു അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും? എന്താ റബ്ബൊന്ന് മനുഷ്യന്റെ മുൻപിലേക്ക് വരാത്തത്? കാണാനുള്ള ഒരു കോലത്തിൽ പടച്ചോനുണ്ടായിരുന്നേ, എല്ലാ പള്ളിയിലും നമുക്ക് പടച്ചോന്റെ ഒരു ഫോട്ടോ വെച്ചുകൂടായിരുന്നോ എന്നൊക്കെ പിശാചങ്ങനെ നിങ്ങളെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഫഇദാ ബലഗ ദാലിക, അങ്ങനെയൊരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ശൈത്താന് സാധിക്കുമ്പോ ഫൽയസ്തഇദ് ബില്ലാഹ് വൽയൻതഹി, നിങ്ങൾ ഉടനെ ആ പിശാചിൽ നിന്നും അഭയം തേടുകയും ആ ചിന്തയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. കാരണം ആ ചിന്ത മനുഷ്യനെ കുഫറിലേക്ക് എത്തിക്കും, അവന്റെ ജീവിതം അസ്വസ്ഥമാക്കും, അവൻ മതത്തെ വെറുക്കും, അവൻ ജീവിതത്തിലേക്ക് ആർഭാടത്തിന്റെയും ജീവിതത്തിന്റെ ആസ്വാദനത്തിന്റെ ലോകത്തേക്കും അവൻ പോകും. ഉറപ്പാണല്ലോ. ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും ചിന്തിച്ചിട്ട് അറ്റം കിട്ടാത്തവർ ഇന്നും മതത്തിന്റെ ആ എതിരാളികളായി ജീവിതം ആസ്വദിച്ച് തീർക്കാനുള്ളതാണ് എന്ന വാദത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ അനാവശ്യ ചിന്ത വരലല്ല കുറ്റം. ആ ചിന്തകളിൽ കടിച്ചു തൂങ്ങി ദൈവമതത്തിൽ നിന്നും മാറി നിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ തീർച്ചയായും പിശാചിന്റെ വകുപ്പിൽ പെട്ടുപോയവരാ. അങ്ങനെ ഒരു ചിന്ത വന്നുപോയവർക്ക് പോലും റബ്ബിന്റെ അടുത്ത് കുറ്റമില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചു. ശുദ്ധ ഖുർആനിൽ ഒരായത്തിന്റെ അവസാനം ഇങ്ങനെയാ, വയബ്ഖാ വജ്ഹു റബ്ബിക, ലോകമെല്ലാം നശിക്കും, ഭൂമിക്ക് മേലെയുള്ളതെല്ലാം നശിക്കും, വയബ്ഖാ വജ്ഹു റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ മുഖം മാത്രം അന്ന് ബാക്കിയായിരിക്കും. അത് കേട്ട സമയത്ത് ചിലർ ചോദിച്ചു, ആ മുഖം മാത്രം ഭൂമിന്റെ മേലുണ്ടാകുകയാണോ ചെയ്യുക? ആ മുഖം മാത്രം ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുകയാണോ ചെയ്യുക? എന്നൊക്കെയുള്ള ചില കുനിഷ്ഠ ചോദ്യങ്ങൾ മതവിരോധികളും നിഷേധികളും ചോദിച്ചപ്പോ അല്ലാഹു തആല ലോകത്തിന്റെ തിരുദൂതനിലൂടെ ഓർമ്മപ്പെടുത്തി തന്നു. ഖാല, അല്ലാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തജാവസ ലി ഉമ്മത്തി, തീർച്ചയായും എന്റെ ഉമ്മത്തിൽ ഞാൻ ചിലർക്ക് മാപ്പ് കൊടുക്കും. അമ്മ ഹദ്ദസത് ബിഹി ലിഅൻഫുസിഹ, അവരുടെ മനസ്സിൽ അവർ ചിന്തിച്ചതിന്റെ പേരിൽ ഞാൻ അവരെ ശിക്ഷിക്കുകയില്ല. ഏത് കാര്യം? റബ്ബിന്റെ വജ്ഹ്, സ്വർഗം നിങ്ങൾ ഊഹിക്കരുതെന്നും നിങ്ങളെ ഊഹത്തിനത് കണ്ടെത്താൻ സാധിക്കുകയില്ലെന്നും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. നരകം നിങ്ങൾ ഓർക്കരുതെന്നും ഓർത്താൽ നിങ്ങൾക്കത് മനസ്സിൽ കിട്ടില്ലെന്നും അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയെങ്കിൽ ഇടക്കിടക്കതൊന്ന് ഓർത്തുപോയി എന്നതിനെ കൊണ്ട് ഒരിക്കലും അള്ളാഹു നിങ്ങളെ കുറ്റക്കാരനാക്കുകയില്ല. നിങ്ങൾക്ക് മാപ്പ് തരും. മാലം തതകല്ലം, നിങ്ങളത് മറ്റൊരാളോട് സംസാരിച്ച് അയാളെയും കൂടി ഫസാദിലാക്കിയിട്ടില്ലെങ്കിൽ